Fuck it, we are in Phuket. മൂഞ്ചിരിക്കുന്ന രണ്ടുപേരെ ഞാൻ കാണിച്ചേ. ഒന്ന് ഞാൻ, ഒന്ന് അവൾ. അപ്പുറത്ത് ഇപ്പുറത്ത് കോക്കനട്ടിലേക്ക് അമ്പറലും ഉണ്ടായിരുന്നു. അവർക്ക് എനിക്ക് ഒരെണ്ണം തന്നാ പക്ഷേ. ഹലോ, സോ വെക്കേഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. വെരി ഞങ്ങൾ സൂൺ പോവും. വി ഹാവ് എ കണക്ഷൻ ഫ്ലൈറ്റ് കൊച്ചി ടു മുംബൈ, മുംബൈ ടു തായ്ലൻഡ്. യെസ്, വി ആർ റെഡി. ഐ ഹാവ് ലോട്ട്സ് ഓഫ് ഷോപ്പിംഗ് പ്ലാൻസ്. അതുകൊണ്ട് എൻ്റെ പെട്ടിയുടെ ഹാഫ് ഭാഗം മാത്രമാണ് ഞാൻ ഐറ്റംസ് കൊണ്ട് ഫില്ല് ചെയ്തിട്ടുള്ളൂ. മറ്റേ ഹാഫ് ഇസ് എംപ്റ്റി. സോ ദാറ്റ് ഐ കൻ ഷോപ്പ്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇട്ട് കേട്ടോ. ഹാഫ് ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ലൈക്ക് വി ആർ ഗോയിങ് ഫോർ അറൌണ്ട് 8 days. അപ്പം വന്നിടാനുള്ള ഡ്രസ്സസ് അവിടെ ഉണ്ട്. ബാക്കി ഹാഫ് മൊത്തം ഞാൻ എംപ്റ്റി ആക്കി വെച്ചു. ഒരു എക്സ്ട്രാ ബാഗ് കൊടുത്ത് അകത്ത് വെച്ചു. ഐ എം പ്ലാനിങ് ഓൺ ഡൂയിങ് എ ലോട്ട് ഓഫ് ഷോപ്പിംഗ്. യെസ്, വി ആർ അറ്റ് ദി എയർപോർട്ട്. ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്ന് വന്നിരിക്കുകയാണ്. ഗോയിങ് ഓൺ അവർ വെക്കേഷൻ. ആസ് ഓൾവേസ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വെക്കേഷന് വി ഹാവ് 2 more. അവരും വേറെ ഫുഡ് കോർട്ടിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയേക്കാണ്. ഐ ഷോ ദം ടു യു. ഞാൻ നേരത്തെ പറഞ്ഞ 2 പേരില്ലേ, ഇവരാണ് ആ 2 പേര്. Hi guys. ഹായ്. സോ ഞങ്ങളിപ്പോൾ മുംബൈ എയർപോർട്ടിൽ വന്നേക്കാണ്. വി ഹാഡ് എ കണക്ഷൻ ഫ്ലൈറ്റ്. കൊച്ചിയിൽ നിന്ന് ഞങ്ങളിപ്പോൾ മുംബൈ എത്തി. മുംബൈയിൽ നിന്ന് ഞങ്ങൾക്ക് ഇനി ഫുക്കറ്റിലോട്ടുള്ള ഫ്ലൈറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് അറൌണ്ട് 4 o'clock. ഇപ്പോൾ അറൌണ്ട് സമയം 12:30 ആയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ ലഗേജിൻ്റെ കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ എന്നെ പിക്കപ്പ് ചെയ്യണോ അതെയോ ലഗേജ് അങ്ങോട്ട് വരുമോ എന്നൊക്കെ ഉള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. നല്ല കാണാൻ ഭംഗിയുള്ള എയർപോർട്ടാട്ടോ. നൈസ്. ഫൈനലി വി ആർ ലീവിങ് ഫോർ തായ്ലൻഡ്. ഫുക്കറ്റിലോട്ടാണ് ഫ്ലൈറ്റ്. അതിൻ്റെ അനൗൺസ്മെന്റ് ആണ് ഈ കേൾക്കുന്നത്. ദ ടൈം ഈസ് അറൌണ്ട് 3:30. നമ്മുടെ ഫ്ലൈറ്റ് ഈസ് അറൌണ്ട് 4:10. നിങ്ങൾ ഫ്ലൈറ്റ് കയറണം. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് വിഷിംഗ് us a happy and safe travels. Hey Sharon Thomas. Yes. Bye. No, I love it. These are the language you know. Hi. So finally we are at Thailand. Thailand. Phuket. Phuket. Fuck it, we are in Phuket. അങ്ങനെ പറയാം. Fuck it, we are at Phuket. Yes. ഒന്നുകൂടി പറയൂ. Fuck it, we are in Phuket. So the time ഇവിടെ ഇപ്പം കണ്ട് 11 something ആയി. നമുക്ക് നമ്മുടെ പിക്കപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഡ്രൈവർ ചേട്ടൻ വരും. സോ ഞങ്ങളിവിടെ അടുത്തൊരു കടയിൽ പോയി bought some sandwiches, വേറെ എന്തൊക്കെ ഐറ്റംസ് വാങ്ങി. ക്രിസ്പി ബ്രൗണി കൊള്ളാട്ടോ. എനിക്ക് കുറച്ച് വെള്ളം തരും ഗൈസ്. നിങ്ങൾ കായവർത്തമൊക്കെയാണോ തായ്ലൻഡിൽ പെട്ട്? ഇത് കായവർത്തല്ലേ? ക്രിസ്പി ബ്രൗണി നട്ട്സ്. അപ്പം ഞങ്ങൾ ഇനി ഞങ്ങളുടെ പിക്കപ്പിന്റെ ഗായ് വന്ന് ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോകും. ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ചെല്ലുക, കിടന്നുറങ്ങുക, എന്നിട്ട് വൈകുന്നേരം തെണ്ടിത്തിരിയാൻ ഇറങ്ങാം. ഞാൻ കഴിക്കും കേട്ടോ. ഇതിന്റെ പേരൊന്നും പറഞ്ഞൂടാ, ബട്ട് ഇറ്റ് ഇസ് ടേസ്റ്റി. പേര് വെച്ചപ്പോഴും അവര് ബണ്ണെന്നാ പറഞ്ഞത്. ഞങ്ങൾ ആക്ച്വലി ചെക്കിൻ്റെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു. 2 മണിക്കാണ് ചെക്കിങ്. ഞങ്ങളിപ്പോൾ ഏകദേശം 12:31 ആയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുകയാണ്. So I'll show you the street.
തായ്ലൻഡിൽ വന്നു കഴിഞ്ഞ് ചെയ്യുന്ന ഫസ്റ്റ് കാര്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് പോയിന്റ് ടു 7-Eleven. അയ്യോ എന്നെ കാണാനില്ല. 7-Eleven കാണാം. ഇതാണോ അതിപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഫോർ യുവർ കോൾഡ് ഒരെണ്ണം ഇതും മേടിക്കട്ടെ. അപ്പോൾ ഓക്കെ, ഇത് രണ്ടും വാങ്ങിച്ചു. നമുക്കിത് മണപ്പിച്ച് നടക്കാം. ടേസ്റ്റ് നോക്കാന്ന് മണത്ത് നമുക്ക് നോക്കാം. ഇത് സൗണ്ട് കണ്ടില്ലേ ഗൈസ്? ഇത് യൂസ് ചെയ്ത ചേഞ്ച് ഉണ്ടോ നമ്മൾ പറയുന്നതായിരിക്കും. യെസ്, ഓക്കെ. മറ്റേതുണ്ട് റോൾ ഓൺ. ഇവിടെ നോക്കട കുറേ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. നമ്മുടെ സെക്ഷൻ കണ്ടോ, വി ഹാവ് മേക്കപ്പ് പ്രോഡക്ട്സ്. പക്ഷെ ഞങ്ങൾ അതൊന്നും ഇപ്പം വാങ്ങിക്കുന്നില്ല. വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. സോ നടന്നു വന്ന് ഞങ്ങൾ ഫ്രഷ് ഫ്രൂട്ട്സ് വെക്കുന്ന ഒരു കടയുടെ അവിടെ എത്തി. മാംഗോസ്, ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് തിങ്സ് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, അവക്കാഡോസ്, പഴം, ഇതിൻ്റെയൊക്കെ ഷേക്കും ഇവിടെ കിട്ടും. സോ ലെറ്റ്സ് ഓർഡർ സംതിങ്. ഇവിടെ ദേ ഹാവ് മാംഗോ സ്റ്റിക്കി റൈസ്. സോ ഞാനത് ഒരെണ്ണം ഓർഡർ ചെയ്തു. ആക്ച്വലി ദേ ഹാവ് എ വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻ ചെയ്യാൻ. ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെ കഴിക്കാം. നമുക്ക് ഇഷ്ടമായ സമയമുണ്ട്. ഒരു ഫ്രൂട്ട് ബൗൾ പോലെ ഓർഡർ ചെയ്തു വിത്ത് കുറേ ഐറ്റംസ്. ഞാൻ ഓർഡർ ചെയ്ത മാംഗോ സ്റ്റിക്കി റൈസ് കിട്ടി ഗൈസ്. കഴിച്ചു നോക്കാം. ലെറ്റ്സ് ഹാവ് മാംഗോ സ്റ്റിക്കി റൈസ്. റൈസ് നല്ല ചൂടുണ്ട്. മാംഗോ സ്റ്റിക്കി റൈസ് അങ്ങനെ ചൂടുണ്ടാവും. ഇത് ശീലമാക്കാം. തെരുവ് തന്നെ കഴിയാം. നല്ല നമ്മൾ നാളെ കഴിച്ചതാണല്ലേ ഇത്. നോട്ട് ഭയങ്കര സ്വീറ്റ് അല്ല, പക്ഷെ യമ്മി. മാമ്പഴം കഴിച്ച് മാത്രം വയറ് നിറക്കണ കുട്ടിയാണിത്. നീ ഇതിൻ്റെ അത് രണ്ട് മാമ്പഴത്തിന്റെ കഷ്ണമായിരിക്കുള്ളൂ. അവൾക്ക് അത് മാത്രം മതി ലഞ്ചായിട്ട് എന്നാണ് ഹെൽത്തി ഫുഡ് ഹെൽത്തി ലൈഫ്. അതെ, ഞങ്ങൾക്ക് ഉറക്കം ശരിയാവാത്തോണ്ട് ഞങ്ങളിന്ന് നെയിൽസിന്റെ കാര്യമൊക്കെ ഒന്ന് അന്വേഷിച്ച് നെയിൽസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങുന്നതായിരിക്കും. ഞാൻ നെയിൽസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ അഡ്മയർ ചെയ്തോണ്ടേ ഇരിക്കും. ഇവക്ക് ഉറക്കമില്ല, ഞങ്ങൾക്ക് ഉറക്കമുണ്ട്. ഞങ്ങളൊക്കെ കിടന്നുറങ്ങും, അവള് നോക്കിയിരിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇല്ല നോ ഇല്ലടാ. ഫുഡ് മസാജ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നേഹം കിടന്ന് ഉറങ്ങരുത് കേട്ടോ, അതാണ് ഇവിടെ സംഭവിക്കുക. അഫ്രീൻ ഇസ് റെഡി ഫോർ എ ഫുഡ് മസാജ്. ഗെറ്റിംഗ് റെഡി ഫോർ എ ഫുഡ് മസാജ്. ഞങ്ങളെല്ലാവരും ഒരു ഫുഡ് മസാജ് കഴിച്ചിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊരു ഫുഡ് കഴിച്ചു. അപ്പം ഞങ്ങൾ കുറേ നേരമായിട്ട് ഞങ്ങൾക്കൊരു ഫുഡ് മസാജ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡ് മസാജ് ചെയ്യാൻ നിൽക്കാതെ Thank you. ഹലോ, ഞങ്ങളൊരു അടിപൊളി ഫുഡ് മസാജ് കഴിഞ്ഞിറങ്ങി. ഇറ്റ് വാസ് really hot. We had one straight hour of relaxation. ഭയങ്കരമായിട്ട് ഞങ്ങളങ്ങ് ഇരുന്ന് ഞങ്ങളങ്ങ് മസാജ് ചെയ്ത് ഞങ്ങളെല്ലാവരും നല്ല സുഖമായിട്ട് റിലാക്സ് ചെയ്ത് ഞാനൊക്കെ ചെറുതായിട്ടും മയങ്ങിപ്പോയി.
അതുപോലെ ഗുഡായിരുന്നു. യെസ്. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ളൊരു സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ ഐ തോട്ട് എന്തൊക്കെ ഇവിടെ ഉള്ളതെന്ന് നോക്കാമെന്ന് കരുതി ഇങ്ങനെ നടക്കുമായിരുന്നു. നൈസ് പാൻസ് കുറേ ഡ്രസ്സസ് ഉണ്ട്. ഞാനിങ്ങനെ നോക്കി നടക്കുമായിരുന്നു. ഈ സ്ട്രീറ്റിൽ കുറേ ആംഗ്ലറ്റ്സ് ഉള്ള ഷോപ്പ് ഉണ്ടായി. അപ്പോൾ ഐ തോട്ട് ഐ വിൽ ബൈ സംതിങ്. നമുക്ക് ബീച്ചിലൊക്കെ പോകുമ്പം കാണാമല്ലോ. ഇത് ഇഷ്ടമായി. അപ്പോൾ ഈസ് ഓൾസോ ബൈയിങ് സംതിങ്. ഇങ്ങനെ അഫ്രീഷ് കുഞ്ഞുമോൻ ആംഗ്ലറ്റ്സ് വാങ്ങി. അഫ്രീഷ് കുഞ്ഞുമോൻ ആംഗ്ലറ്റ്സ്. ഇനി ഞങ്ങൾ ഒന്ന് പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങളുടെ സ്റ്റേയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു നെയിൽ ആർട്ട് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ വി ആർ ഗോയിങ് ടു ഗെറ്റ് ആർ നെയിൽസ് ഡൺ. അതാണ് ഞങ്ങളുടെ അടുത്ത പരിപാടി. അപ്പം ഞങ്ങളൊന്ന് പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് നെയിൽസ് ചെയ്യാൻ പോവാം. ബൈ പറയോ ഫ്രീ. ബൈ ബൈ. സൗണ്ട് ഇല്ല കൊച്ചിന്. This is where we are staying. Hi guys. We are going to be here. മൂഞ്ചിയിരിക്കുന്ന രണ്ടുപേരെ ഞാൻ കാണിച്ചേ. ഒന്ന് ഞാൻ, ഒന്ന് അവൾ. കാരണം എന്താന്നല്ലേ, ഞങ്ങളിവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങൾ നെയിൽസ് ചെയ്യാൻ പോയപ്പോൾ അവർ എക്സ്റ്റൻഷനും അതിൻ്റെ അകത്ത് ചെയ്യുന്ന ഡിസൈനും ഒക്കെ കൂട്ടിയിട്ട് ഒരു റേറ്റ് പറഞ്ഞു. ആ റേറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കി. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിലും വിലക്കുറവിൽ ഞങ്ങൾക്ക് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അത് അവിടെ ഇട്ടിട്ട് ഓടി. എഴുതി വെച്ചിരിക്കുന്ന റേറ്റ് വേറെയാ. പുറത്ത് എഴുതിയിരിക്കുന്ന റേറ്റ് കണ്ടിട്ടാണ് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചത്. ആ റേറ്റിന് അവര് വെറുതെ നെയിൽ പോളിഷ് അടിച്ചു തരുള്ളൂ. നമുക്ക് സാധനം മേടിച്ചിരുന്നിരിക്കാ പോലെ. നമ്മൾ തളരില്ല. അതന്നെ, അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ഇച്ചിരി വെയിലൊന്ന് കുറയാൻ വേണ്ടി നോക്കിയിരിക്കുന്നു. സോ ഹായ്. നീ നല്ല ഉറക്കം വന്ന് തലവേദന എടുക്കാൻ തുടങ്ങി. നമ്മൾ സ്റ്റേയുടെ തൊട്ടടുത്ത് തന്നെ കോഫി ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു കോഫി ഷോപ്പ് ഉണ്ടായി. അപ്പം ഞാൻ അവിടെ വന്നിട്ടൊരു സ്പാനിഷ് കോഫി ഓർഡർ ചെയ്തു. ആൻഡ് ഐ തോട്ട് ഐ വിൽ ടേക്ക് എ വാക്ക് ടു ദ ബീച്ച്. ബീച്ച് നമ്മുടെ അടുത്താണ്. അപ്പം ബീച്ചിലേക്ക് നടക്കാമെന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഞാൻ ഈ കോഫിയൊക്കെ മേടിച്ച് കൈ വെച്ചിട്ട്. So I got my coffee. ഇവിടെ ആക്ച്വലി കുറേ ക്യൂട്ട് ഷോപ്സ് ഉണ്ട്. എനിവേസ് ഞാനിപ്പം ബീച്ച് ലക്ഷ്യമാക്കി തന്നെ നടന്നുകൊണ്ടിരിക്കുക. ഉറക്കൊന്ന് പോകാനായിട്ട് ആൻഡ് എന്നെ ഒന്ന് ഓണാക്കാനായിട്ടാണ് ഈ കോഫി. ഞാനും പക്ഷെ അവന് നല്ല ഉറക്കാണ്. സോ അവൻ എണീക്കുമ്പോഴത്തേക്കും ഞാനൊന്ന് ഓണാണല്ലോ. സോ ബീച്ചിൽ കുറേ സീറ്റ്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഇരിക്കണമെങ്കിൽ ഐ തിങ്ക് യു ഹാവ് ടു പേ 20 ബാട്ട്. ഇപ്പോൾ ഒരു ചെറുക്കൻ എൻ്റെ അടുത്ത് കാശ് വയ്ക്കും, ഞാൻ പറയും. സോ യെസ്, ആ ചെറുക്കൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ചെയറിന് 20 ബാട്ടല്ല 100 ബാട്ടാണ് ഒരു ചെയറിൽ ഇരിക്കണമെങ്കിൽ. ടു മച്ച്. ഒരു 2 ചെയറും ഒരു ടേബിളും കൊണ്ട് ഇട്ടിട്ട് ബീച്ചിൽ കൊണ്ട് ഇരിക്കാനാണ് ദിസ് മച്ച് റുപ്പീസ്. അപ്പോൾ സ്വന്തമായിട്ട് ടവൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ടവൽ വിരിച്ചിട്ടിരിക്കുകയാണെങ്കിൽ വളരെ 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 നല്ല കാര്യമായിരിക്കും. സോ സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞു. ഞങ്ങളിനി ഒരു സ്ട്രീറ്റ് ഉണ്ട്,
ആ സ്ട്രീറ്റിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുക, ഷോപ്പ് ചെയ്യുക, കുറേ എന്തൊക്കെയാണ് ഉള്ളത് കാണുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇനിയുള്ള പദ്ധതി. ഷോപ്പിംഗ് ഒന്നും അങ്ങനെ നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. രാവിലെ നേരത്തെ എണീറ്റ് ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ വരും. രാവിലെ 7:50 വണ്ടി വരും. അതിന് മുമ്പ് കഴിച്ച് കയറി കിടന്ന് ഉറങ്ങും. കുറച്ച് ഷോപ്പിംഗ് ചെയ്തു എന്നല്ലാണ്ട് ഞങ്ങൾ ഇനി അങ്ങനെയല്ല ഇത് തിരിച്ചു നോക്കി. ഈ ഓർക്കിഡ് കാണട്ടെ. അല്ല, നിങ്ങളിപ്പോ കണ്ടത് അഫ്രിക്ക് ഇതിനകത്ത് അംബ്രല്ല കിട്ടിയില്ല. അതിനായിരുന്നു അപ്പുറത്ത് ഇപ്പുറത്ത് പോക്കറ്റിലേക്ക് അംബ്രല്ല ഉണ്ടായിരുന്നു. അവർക്ക് എനിക്കൊരു തന്നാ പക്ഷേ തീർന്നു പോയിട്ടും അഫ്രിക്ക് അംബ്രല്ല കൊടുക്കാത്തതിന്റെ സങ്കടമാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ നാളെ ഒന്ന് വീണ്ടും ചെയ്യും. ഇതുപോലൊരു സാധനം വീട്ടിൽ മേടിയോ? നല്ല ബുദ്ധിയാണോ? കവറിട്ട് കുടിക്കുക. നല്ല പ്ലീസ് 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 പിടിക്ക എപ്പോഴല്ല നമ്മള് നേരത്തെ 5 മിനിറ്റ്സ് മുമ്പ് കണ്ടില്ല. അതുപോലെ പിടിച്ച ചെയ്തോ ഒച്ചെടുപ്പിക്കല്ലോ. ഹലോ. സോ ഇന്നലെ നൈറ്റ് ആക്ച്വലി എനിക്ക് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിന് പോയി ഫുഡ് കഴിച്ചു. കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് മേടിച്ചു. ലൈക്ക് ദിസ് ബാങ്ക്, ദിസ് ക്ലിപ്പ്. എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് ഉറങ്ങി. ആൻഡ് ലുക്ക് ഹൂ ദാറ്റ് ഇസ് അപ്രീം മിനിമോൻ ഓൾറെഡി. ഞങ്ങൾക്കിന്ന് പോകാനുള്ള വണ്ടി വന്നു. And so yes, I'll continue on my next vlog that is on day 2. Bye.